മൂന്നാല് ജോഡി സ്റ്റിക്ക് മേടിക്കണം. അത് കമ്പനി മേടിക്കോ അതോ ഞാൻ മേടിക്കണോ? തല്ലി പൊട്ടിക്കാനുള്ളതല്ലേ? 50-50. റെഡി. എന്താ ഡ്രമ്മ് വായിക്കാണോ അതോ കോല് കളിക്കാണോ? താൻ തന്റെ മകളുടെ കാര്യം നോക്കിയാ. അതെ, ഈ പോസ്റ്റർ അടിച്ച് വരുമ്പോഴേ ഡ്രംസ് ഒക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. നമ്മുടെ ഫോട്ടോഷോപ്പ് വരും വിട്ടുകരല്ലേ. ഇത് ഒറിജിനല്ല, ഞാൻ ചെയ്തതാ. ഞാൻ നാളെ ഡ്രംസുമായിട്ട് വരാം. ഒന്നുകൂടി എടുക്കണം. മാട്രിമോണിയിൽ വേറെ എടുക്കണം. സ്വകാര്യമൊക്കെ പിന്നെ ഇവരെ ഒന്ന് എടുത്തു വിട്ടേര്. അതെ, വേറെ പരിപാടി ഉള്ളതാ. എവിടെ പരിപാടി? കല്യാണ പരിപാടിയാ. മയക്ക് പിടിച്ച് പാടുന്ന പോലെ ദേ ഇങ്ങനെ നിന്നു. എന്റെ കോല് കളിക്കേ കുഴപ്പമുള്ളൂ. ഇതിപ്പോ സോഡ കുടിക്കുന്നവരുണ്ടല്ലോ. നേരെയുള്ളത് എടുക്കാവോ? ഇത് നല്ലതല്ലേ? അല്ല, മാളെയൊക്കെ കാണാൻ. അതെ, ഏതെങ്കിലും രണ്ടുപേര് ചെരിഞ്ഞു നിന്നാലേ പോസ്റ്റർ ലേഔട്ട് ചെയ്യുമ്പോ ഒരു രസം ഉണ്ടാവുള്ളൂ. ഞാൻ നിൽക്കൂല. തബല ബാബു ചേട്ടനും ഉല്ലാസേട്ടനും ചെരിഞ്ഞേക്കൂലേ? ഹലോ, ഒരാൾ ഇവിടെ ഇല്ലെന്ന് കരുതി എല്ലാവരുടെ അയക്കിട്ട പണിയല്ലേ? ഈ ഉല്ലാസിനെ കൊണ്ട് ഈ ട്രൂപ്പിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ആവശ്യമില്ലാത്തവരുടെ ഫോട്ടോ പോസ്റ്റിൽ വയ്ക്കാതിരിക്കാനും നല്ലത്. കോളേജ് പരിപാടിയൊന്നും കിട്ടൂല. റോഡരികെ വിൽക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ബനിയനിട്ടുണ്ട് വരും. ട്രൂപ്പ് തുടങ്ങിയ കാലം മുതലുള്ള ആർട്ടിസ്റ്റാ. എനിക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല. അയാളായിട്ട് പോവുകയില്ല. ലേറ്റായോ? വന്നോ? ഉല്ലാസ് വരാൻ വയ്യപ്പോ ഞങ്ങൾ വിചാരിച്ചു വേറെ ഏതെങ്കിലും ട്രൂപ്പുകാർ പൊക്കിക്കൊണ്ട് പോയിരിക്കുന്ന. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരു കല്യാണ പരിപാടിയുണ്ട്. ഒരു ബുഫേ കല്യാണമാ. വാ നീ റെഡിയാ? വാ. നമസ്കാരം. അറിയില്ലേ ശ്യാമപ്രസാദ് ഈ വർഷം ഇതാണോ മലയാളം പാടുന്നത്? അറിയാം. ഏഞ്ചൽ വോയിസിലും കലാഭവനിലൊക്കെ പാടിയിട്ടുണ്ടല്ലേ? സ്ഥിരമായിട്ടില്ല, പലപ്പോഴും ഗസ്റ്റ് ആയിട്ടൊക്കെ. $2500 പേയ്മെന്റ്. വണ്ടിയിൽ ഫ്രണ്ട് സീറ്റ്. കറക്റ്റ് ക്ലാസ് കിട്ടാം. ജുബൈൽ തൊട്ടുള്ള കളി വേണ്ട. ഇല്ല. ഒന്ന് ചെരിഞ്ഞെന്ന്. കഴിഞ്ഞ 8 കൊല്ലോട് ഞാൻ തന്നെയല്ലേ ചരിഞ്ഞു നിൽക്കുന്നത്. കൊല്ലം ചരിഞ്ഞാണോ? നീ അത് വിടേ. ഒരെണ്ണം നേരെയുള്ളതും വേണം. പാസ്പോർട്ട് സൈസ്. കാര്യമുണ്ട്. ഇതിപ്പോ 5000 രൂപ അഡ്വാൻസ്. ബാക്കി പരിപാടി തുടങ്ങുന്നതിന് മുമ്പൊന്നുമില്ല. പരിപാടി കഴിഞ്ഞ് കുളമായ കാശ് തരികയില്ല. സുനീഷേ മിണ്ടാണ്ടിരി. ഉഗ്ര സ്വരൂപിണിയായ ദേവിയാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ദേവി പറഞ്ഞു. ശരി എന്നാ. അപ്പൊ അവിടെ വെച്ച് കാണാം. ഓ, അതിൽ തുടരുത്. സോറി. ജനറേറ്ററും ഡീസലും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്യുമല്ലോ അല്ലേ? പിന്നെ അതൊക്കെ അറേഞ്ച് ചെയ്തോളാം. നിങ്ങൾ നേരത്തിന് അങ്ങോട്ട് എത്തിയാൽ മതി. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട, ഞാൻ വോക്കല. നിന്റെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞോ? ഇല്ല. എടാ, നിനക്ക് നമ്മുടെ കൂടെ പണ്ട് അമേരിക്കയിൽ പരിപാടിക്ക് വന്നിട്ട് അവിടെ മുങ്ങിയ ഒരു ഗിറ്റാറിസ്റ്റിനെ ഓർമ്മയുണ്ടോ? പ്രിൻസ് 1-2 സീസണിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവൻ തന്നെ. അവനിപ്പോ അവിടെ നല്ല നിലയിലാ. പ്രിൻസ് എന്നെ ഒന്ന് വിളിച്ചായിരുന്നു. അമേരിക്കയിൽ ഒരു ഷോയുടെ കാര്യം സംസാരിക്കാൻ. പിന്നെ അമേരിക്കക്ക് കൊണ്ടുപോകാനൊരു പ്ലാനുണ്ട്. എന്നെ
തൽക്കാലം നീ ഇതാരോടും പറയണ്ട. നീ എന്തായാലും ഒന്നും കൂടി അമേരിക്കയ്ക്ക് പോകാൻ ഒരുങ്ങിക്കും. ഇത് നിനക്ക് തരാൻ പ്രിൻസ് കൊടുത്തു വിട്ടതാ. പഴയതാണെങ്കിലും നല്ല വില കൂടിയ ഫോണാ.